നമ്മളെ വീട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഈ ഒരു കലാത്തിയ പ്ലാന്റ് മനോഹരമായിട്ട് നമുക്ക് ഇൻഡോറിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിൽ വളർത്തിയിട്ടുള്ളതാണ്. മനോഹരമായിട്ട് നമുക്ക് ടീ പോയിന്റ് മുകളിലൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു 2-3 മാസം തന്നെ നമ്മൾ ഇതിൻ്റെ കുറച്ച് കുഞ്ഞു ബേബി പ്ലാന്റുകൾ വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മൾ ചെറിയൊരു 1/4 ലിറ്റർ വെള്ളത്തിലിട്ട് വെച്ചിട്ടേ ഉള്ളൂ. മനോഹരമായിട്ട് നല്ല വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു ബോട്ടിലോ കുപ്പിയിലൊക്കെ നമുക്ക് ഇട്ട് വെക്കാമെങ്കിൽ ഇതേപോലെ അടിപൊളിയായിട്ട് നമ്മളുടെ ഓരോരുത്തരെയും വീടിൻ്റെ അകത്തുള്ള ടീപ്പോയൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് കുഞ്ഞ് ലൈക്ക് തരാനായിട്ട് കേട്ടോ. അപ്പോൾ ലൈക്ക് തരാൻ മറന്നു പോരുതേ. അപ്പോൾ ഇതേപോലെ നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മണ്ണിൽ എങ്ങനെയാണ് നട്ടെടുക്കേണ്ടത്, ഈ ഒരു ചെടി മുരടിച്ച് പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതേപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞു ബേബി പ്ലാന്റുകൾ അടർത്തി മാറ്റിയിട്ട് പെട്ടെന്ന് നട്ട് നമുക്ക് മനോഹരമായിട്ട് ഓരോ പോട്ടുകളും ബുഷും തിക്കുമാക്കി എടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രോ ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു പ്ലാന്റ് നട്ട് കഴിയുമ്പോൾ തന്നെ ഇതിൽ ബുഷായിട്ട് നിറച്ചും പ്ലാന്റുകൾ വരും. അതിനുശേഷം ഇതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടത്തിലും കുഞ്ഞു ബേബി പ്ലാന്റുകൾ ഓരോ തണ്ടിലും വരും കേട്ടോ. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് കാണുന്നുണ്ടാവും അല്ലേ. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ നട്ട് വളർത്താം, അല്ലെങ്കിൽ പോട്ടി മിക്സിൽ നട്ട് വളർത്താം. അപ്പോൾ നമ്മളിവിടെ വെള്ളത്തിൽ ആദ്യം നട്ട് വളർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലത്തെ കട്ടിങ്സ് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കുക. 2 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ കുറച്ചധികം വേരുകൾ വരും കേട്ടോ. അപ്പോൾ നമുക്ക് വലിയൊരു ബോട്ടിലൊക്കെയാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ അത്രത്തോളം റിസൾട്ട് കൂടുതൽ കിട്ടും. ഞാനിവിടെ ഏകദേശം ഒരു 1/4 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് വേരും വന്നിട്ടുണ്ട്. ഈ ഇട്ട് വെച്ച പ്ലാന്റിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ബേബി പ്ലാന്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് വെള്ളത്തിൽ വളർത്താൻ പറ്റും. നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഈ ഒരു വെള്ളം കൂടി മാറ്റി കൊടുക്കാമെങ്കിൽ ഒന്നുകൂടി ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു പ്ലാന്റ് നമുക്ക് വലിയൊരു പോട്ടിലേക്ക് മാറ്റാൻ പോയാണ്. 6 ഇഞ്ച് പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേപോലെ കയറുകളൊക്കെ ചുറ്റി നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മനോഹരമാക്കണമെങ്കിൽ മനോഹരമാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹോളുകൾ ഇല്ലാത്ത പോട്ടുകൾ നമുക്ക് പോട്ട് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വളർത്താം. അപ്പോൾ ഇതിന് ഓട്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് അതിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു കൂടുതൽ പ്ലാന്റുകൾ നമുക്ക് വെക്കാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല ബുഷായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് അപ്പം തന്നെ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൽ നന്നായിട്ട് വേര് വന്നോളും. കട്ട് ചെയ്തെടുത്ത് അപ്പം തന്നെ വെച്ച് കൊടുത്താൽ ഇതിൻ്റെ ഇലകൾ വാടുന്ന പ്രശ്നം അങ്ങനെ തന്നെ ഒന്നുമില്ല. നമുക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാത്തൊരു സ്ഥലത്ത് ഇതിനെ വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമുക്കിതിൻ്റെ ഇലകളിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ഷൈനിങ്ങോട് കൂടിയ ഇലകൾ കിട്ടാനായിട്ടും അതേപോലെ തന്നെ ഇത് നന്നായിട്ട് ഹെൽത്തായിട്ടുള്ള ഒരു പ്ലാന്റായിട്ട് നിൽക്കാനും ഇതുപോലെ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നല്ല പച്ചപ്പുള്ള കളറോട് കൂടിയിട്ട് ഈ ഇലകൾ നിൽക്കും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ് ഉപയോഗിച്ച് നമുക്ക് നട്ട് വളർത്തുന്നത്, പെട്ടെന്ന് നല്ല ബുഷും തിക്കുമായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മദർ പ്ലാന്റുകളിൽ നിന്നിട്ട് ഇതിൻ്റെ കുഞ്ഞു ബേബി പ്ലാന്റുകൾ അടർത്തി മാറ്റിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേപോലെ നട്ടു കൊടുക്കാം. മിതമായ രീതിയിൽ നന്നായിട്ട് വെള്ളക്കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വേര് വരികയും അതേപോലെ തന്നെ നല്ല ഇതിൽ ബേബി പ്ലാന്റുകൾ കൂടി വരും കേട്ടോ. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട്. അപ്പോൾ കുറച്ചധികം കാലമൊക്കെ ആയി നട്ടിട്ട് നമ്മൾ ആ ഒരു പ്ലാന്റിൽ മഞ്ഞ ഇലകൾ വരികയോ അല്ലെങ്കിൽ നന്നായിട്ട് ഇതേപോലത്തെ ഒരു മൂത്തൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മൂപ്പായി കഴിഞ്ഞ് 2-3 കൊല്ലമൊക്കെ ആയാൽ നമ്മൾ ഇതൊന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുണ്ടോ ഇതേപോലെ നമ്മൾ നന്നായിട്ട് വേരൊക്കെ വന്ന് ജട പിടിച്ചതിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ഈ ഒരു പ്ലാന്റ് പിന്നീട് നല്ല ഹെൽത്തായിട്ടുള്ളൊരു പ്ലാന്റായിട്ട് വളരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതി ഈ ഒരു പോട്ടി മിക്സ് ഉണ്ടല്ലോ ആ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്ത് അടിയിൽ നല്ല പോട്ടി മിക്സ് നിറച്ച് അതിൽ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു മണ്ണ് ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു പോട്ട് മിക്സ് നിറച്ച് ആ പോട്ടിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. ഇതേപോലെ അടർത്തി മാറ്റിയിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ കുറേ ദിവസമായി ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്ത് അല്ലാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പിരിച്ച് നടണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ദിവസമായി. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്നത് ഒരു വീഡിയോ ആക്കി കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു പ്ലാന്റൊക്കെ മൂത്ത് നിൽക്കുന്ന കലാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നല്ല വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും അതേപോലെ തന്നെ ഷെയറും ചെയ്യാൻ മറന്നവർ ഇതൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. ബൈ ബൈ.